ഹലോ, വെൽക്കം ടു കുട്ടീസ് ടോക്സ്. തേർഡ് സെമസ്റ്റർ എംകോമിൻ്റെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദി ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്താണ്, അതുപോലെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ ടൈപ്സ്, ഫങ്ഷൻസ്, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മാർക്കറ്റ്സും ഇൻസ്ട്രുമെൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെറ്റിനെയാണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് നടക്കുന്നത് സേവിങ്സ് ഒക്കെ എൻകറേജ് ചെയ്യാമെന്നാണ്. അതുപോലെ സഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന അസറ്റ്സ് ഒക്കെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്ലേസിലേക്ക് ചാനലൈസ് ചെയ്യാമെന്നാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് ക്യാഷാണ്, അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. സോ ഒരു എക്കണോമിയിലുള്ള ഫിനാൻസ് സർപ്ലസ് ആയിട്ടുള്ള യൂണിറ്റിൽ നിന്നും ഡെഫിസിറ്റ് ആയ യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റിനെയാണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ ഫിനാൻസ് കൂടുതലുള്ള യൂണിറ്റിൽ നിന്നും ഡെഫിസിറ്റ് ആയിട്ടുള്ള യൂണിറ്റിലേക്ക്, അതായത് ഫിനാൻസ് കുറവുള്ള യൂണിറ്റിലേക്ക് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഫിനാൻസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഫണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ടാവും. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനാണ്. അതായത് സർപ്ലസ് ആയവരുടെ അടുത്തുനിന്ന് ഫണ്ടൊക്കെ കളക്ട് ചെയ്തിട്ട് ഡെഫിസിറ്റ് ആയവരുടെ അടുത്തേക്ക് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും അതുപോലെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് കോമ്പണൻസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? 4 കോമ്പണൻസ് ആണ് വരുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇങ്ങനെ 4 കോമ്പണൻസ് ആണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് വരുന്നത്. അപ്പോൾ ഈ 4 കോമ്പണൻസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 2 ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതായത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നും കോപ്പറേറ്റീവ് ബാങ്ക് എന്നും. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൽ വരുന്നതാണ് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, RRBS, അതായത് റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്. പിന്നെ ഈ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ് ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഇനി രണ്ടാമത്തെ കോമ്പണൻ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റിൽ വരുന്നതാണ് കോൾ മണി മാർക്കറ്റ്, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ ബിൽസ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നതാണ് പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, അതുപോലെ ഡെറിവേറ്റീവ് മാർക്കറ്റ്. മൂന്നാമത്തെ കോമ്പണൻ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ടേം എന്നും ടൈപ്പ് എന്നും. ടേമിൽ വരുന്നതാണ് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. ടൈപ്പിൽ വരുന്നതാണ് പ്രൈമറി സെക്യൂരിറ്റീസ്, സെക്കൻഡറി സെക്യൂരിറ്റീസ്, അതുപോലെ ഇന്നോവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി നാലാമത്തെ കോമ്പണൻ്റ് ആണ് ഫിനാൻഷ്യൽ സർവീസസ്. ഈ ഫിനാൻഷ്യൽ സർവീസസിന് 2 ടൈപ്പ് ഉണ്ട്: ഫണ്ട് ബേസ്ഡ്, ഫീ ബേസ്ഡ്. ഈ ഫണ്ട് ബേസ്ഡിൽ വരുന്നതാണ് ലീസിങ്, ഹയർ പർച്ചേസ്, ഫാക്ടറിങ്. ഫീ ബേസ്ഡിൽ വരുന്നതാണ് മെർച്ചൻ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് റേറ്റിംഗ്, മെർജേഴ്സ്. അപ്പോൾ ഇത്രയാണ് കോമ്പണൻസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് 4 കോമ്പണൻസ് വരുന്നുണ്ട്: ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ ഫിനാൻഷ്യൽ സർവീസസ്. ഇതൊക്കെ ഓരോ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലേസിനെയാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ക്ലെയിംസ്, സർവീസസ്, ഇതൊക്കെയാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് കറൻസി ഡിപ്പോസിറ്റ്സ്, ചെക്സ്, ബിൽസ്, ബോണ്ട്, ഇതൊക്കെ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോർപ്പറേഷൻസും ഇൻഡിവിജ്വൽസും ഗവൺമെൻറ്റൊക്കെ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെയാണ് ഈ പ്രൊഡക്ട്സും സർവീസസിൻ്റെ ഒക്കെ ഈ ട്രേഡൊക്കെ നടത്തുന്നത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡൊക്കെ നടത്താൻ കഴിയും.
അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ മെയിനായിട്ട് വരുന്ന പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏജൻറ്റ്സ്, ബ്രോക്കേഴ്സ്, ഡീലേഴ്സ്, ബോറോവേഴ്സ്, സേവേഴ്സ്, ലെൻഡേഴ്സ് ഇവരൊക്കെയാണ്. ഇവർക്കൊക്കെ എന്താ ക്രെഡിറ്റ് നീഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് നീഡ്സൊക്കെ ഇവരെന്താക്കുന്നുണ്ട് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബോറോയിങ് ആൻഡ് ലെൻഡിങ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഒരു ഏജൻറ്റിൽ നിന്നും മറ്റൊരു ഏജൻറ്റിലേക്ക് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതൊന്നുകിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ആവാം, അല്ലെങ്കിൽ കൺസപ്ഷൻ പർപ്പസ് ആവാം. രണ്ടാമത്തതാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ. ന്യൂലി ഇഷ്യൂഡ് ഫിനാൻഷ്യൽ അസറ്റ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണെങ്കിലും അതിൻ്റെയൊക്കെ പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈസൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ്. മൂന്നാമത്തതാണ് ഇൻഫർമേഷൻ അഗ്രിഗേഷൻ ആൻഡ് കോർഡിനേഷൻ. ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ വാല്യൂവിൻ്റെ ഇൻഫർമേഷൻസും അതുപോലെ ലെൻഡേഴ്സിൽ നിന്നും ബോറോവേഴ്സിലേക്കുള്ള ഫണ്ട് ഫ്ലോ ഇൻഫർമേഷൻസും ഇതൊക്കെ കളക്ട് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ്. നാലാമത്തതാണ് റിസ്ക് ഷെയറിംഗ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹൈ റിസ്ക് ഒക്കെ ഉണ്ടാവും. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡേഴ്സിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പ്രൈസൊക്കെ പ്രൊവൈഡ് ചെയ്തവരിലേക്ക് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് റിസ്ക് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റിസ്ക് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തതാണ് ലിക്വിഡിറ്റി. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ അസറ്റ്സ് ഒക്കെ റീസെൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ആറാമത്തതാണ് എഫിഷ്യൻസി. ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇൻഫർമേഷൻ കോസ്റ്റ് ഇതൊക്കെ ഫിനാൻഷ്യൽ മാർക്കറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് എഫിഷ്യൻസി ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ ഫങ്ഷൻസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിന് 5 ടൈപ്പാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മണി മാർക്കറ്റ്. ഷോർട്ട് ടേം ഫണ്ട്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റിനെയാണ് ഈ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന അസറ്റ്സിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അതായത് ഒരു വർഷത്തിൽ താഴെയുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റിനെയാണ് ഈ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഷോർട്ട് ടേം ഫണ്ട്സ് ഒക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അതായത് ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, ബോറോ ചെയ്യുക, ഇതുപോലത്തെ ഷോർട്ട് ടേം ആക്ടിവിറ്റീസാണ് ഡീൽ ചെയ്യുക. ഇതൊരു ഷോർട്ട് ടേം ക്രെഡിറ്റ് മാർക്കറ്റാണ്. ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലിക്വിഡ് ആൻഡ് ക്വിക്ക്ലി മാർക്കറ്റബിൾ അസറ്റ്സ് ആയിരിക്കും. അതായത് ഷോർട്ട് ടേം ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ട്രഷറി ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഇതൊക്കെ ആയിരിക്കും ഈ ഒരു മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുക. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ഫണ്ട്സാണ് ഡീൽ ചെയ്യുന്നത്, എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ടേം ഫണ്ട്സാണ് ഡീൽ ചെയ്യുന്നത്. അതായത് 3 വർഷത്തിൽ കൂടുതൽ മെച്യൂരിറ്റി പീരീഡ് വരുന്ന സെക്യൂരിറ്റീസൊക്കെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിനൊക്കെ 3 വർഷത്തിൽ കൂടുതൽ മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോങ് ടേം സെക്യൂരിറ്റീസ് എന്നും, മീഡിയം ടേം സെക്യൂരിറ്റീസ് എന്നും, അതുപോലെ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് എന്നും. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം സെക്യൂരിറ്റീസ് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്. ഈ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് മാർക്കറ്റാണ്. അതുപോലെ ഇതൊരു ഫിനാൻഷ്യൽ സർവീസ് മാർക്കറ്റാണ്. ഒരു റെപ്യൂട്ടഡ് പേഴ്സണിൻ്റെ ഗ്യാരണ്ടിയിൽ ഫിനാൻഷ്യൽ ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റിനാണ് ഈ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫിനാൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ലെൻഡർ ബോറോവറിൻ്റെ അടുത്ത് ഒരു ഗ്യാരണ്ടി നിൽക്കാനായിട്ട് ഒരു പേഴ്സണിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അവിടെ ഒരു പേഴ്സൺ ആ ലോൺ എടുക്കുന്ന ആൾക്ക് ഗ്യാരണ്ടി നിൽക്കണം. അതായത് ആ പേഴ്സണിൻ്റെ ഗ്യാരണ്ടിയിലായിരിക്കും ബാങ്ക് ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ 3 ടൈപ്പ് ഗ്യാരണ്ടീസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പേഴ്സണൽ ഗ്യാരണ്ടി. ലോണൊക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ ഒരു പേഴ്സൺ ആണ് നിൽക്കുന്നത് എങ്കിൽ അതിനെയാണ് ഈ പേഴ്സണൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഗവൺമെൻറ് ഗ്യാരണ്ടി. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനൊക്കെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി ആയിട്ട് നിൽക്കണം. അപ്പോൾ ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒക്കെ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നതിനാണ് ഈ ഒരു ഗവൺമെൻറ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസോ LICയോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒക്കെയാണ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ അതിനാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഗ്യാരണ്ടീസ് ആണ് ഉള്ളത്. ഈ ഒരു ഗ്യാരണ്ടീൻ്റെ ബേസിലാണ് ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതിനാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ ടൈപ്പാണ് ഫിനാൻഷ്യൽ മോർട്ടഗേജസ് മാർക്കറ്റ്.
ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് എന്താ മോർട്ടഗേജ് ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ മേലാണ് ഈ മോർട്ടഗേജ് ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ, റിയൽ എസ്റ്റേറ്റ്, ലാൻഡ്, ബിൽഡിങ് ഇതൊക്കെയാണ്. ഇവിടെ ട്രാൻസ്ഫർ പറഞ്ഞ മോർട്ടഗേജ് എന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന മോർട്ടഗേജ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മോർട്ടഗേജ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ മേലെ ഒരു മോർട്ടഗേജ് ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റ് എന്നാണ്. ലാസ്റ്റ് ടൈപ്പാണ്, അതായത് അഞ്ചാമത്തെ ടൈപ്പാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറിൻ കറൻസീസ് ആണ്. അതായത് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചിങ് ഫോറിൻ കറൻസീസ്. ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഫോറിൻ കറൻസീസ് ഒക്കെ വിൽക്കാനും വാങ്ങാനും കമ്പനീസോ അല്ലെങ്കിൽ ആൾക്കാരോ കൂടിച്ചേരുന്ന ഒരു ഏരിയനെയാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഫോറിൻ കറൻസീസിൻ്റെ സെയിൽസ് ആൻഡ് പർച്ചേസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റാണിത്. ഈ ഒരു മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഫോറിൻ കറൻസീസ്, നോട്ട്സ്, കോയിൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫോറിൻ കറൻസീസ് ഒക്കെയാണ് ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ടൈപ്പിൽ പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിന് 5 ടൈപ്പാണുള്ളത്. മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി മാർക്കറ്റ്, ഫിനാൻഷ്യൽ മോർട്ടഗേജ് മാർക്കറ്റ്, അതുപോലെ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അപ്പോൾ ഇതിൽ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് അതൊക്കെ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.